Current electricity different concepts we will discuss. Last video, we will terms discuss. Thermal velocity, relaxation time, drift velocity, expression which connecting drift velocity and current, mobility. These three terms we last class. These terms in this video, we will discuss law. It's very important concept we will discuss. That is a level of students who have a concept. So, this law you already studied. But in this video, you will study this. You will study this law. In this video, you will contradict this. Because we will discuss Ohm's law. This Ohm's law, we will study Ohm's law. In this video, we will study Ohm's law. Because this is an important contradictory concept. Ohm's law. George Simon Ohm, the scientist, so Ohm's law states Ohm's law states that at constant temperature, the current flowing through a conductor directly proportional to the potential difference between the ends of the conductor. Very simple. ഒരു കണ്ടക്ടറിന്റെ എൻഡ് തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയാൽ കറണ്ട് കൂടും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞാൽ കറണ്ട് കുറയും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഇത്രയുള്ള ഓംസ് ലോ വളരെ സിമ്പിൾ ആണ്. പക്ഷേ ഓംസ് ലോ കഴിഞ്ഞ് ഇക്വേഷൻ എഴുതുന്നവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം പൊതുവെ പല കുട്ടികളും ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യും, ഇതിന്റെ ഇക്വേഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്: V proportional to I, V equal to IR, where the proportionality constant is R. അപ്പോൾ ഇതാണ് ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ ആ ഇക്വേഷൻ എഴുതി, V proportional to I ഇക്വേഷൻ എഴുതി. ബട്ട് ഒന്നുകൂടി നമ്മൾ ആ ലോയിലേക്ക് പോയി നോക്കിക്കേ. നമ്മൾ ആ ലോയിൽ എന്താ പറയുന്നത്? The current flowing through a conductor is directly proportional to the potential difference between the ends of the conductor. അപ്പോൾ I proportional to V എന്നാണോ എഴുതേണ്ടത്, V proportional to I എന്നാണോ എഴുതേണ്ടത്? ചില വിചാരിക്കും രണ്ടും ഒന്നല്ലേ? നോക്കാം, രണ്ടും ഒന്നല്ല. A equal to B and B equal to A എന്ന് പറഞ്ഞാൽ ഒന്നാണ്. I proportional to V എന്ന് പറയുന്നതും V proportional to I എന്ന് പറയുന്നതും ശരിക്കും ഒന്നല്ല, അത് രണ്ടും രണ്ട് തന്നെയാണ്. അപ്പോൾ V proportional to I എന്നതിന് I proportional to V എന്ന് എഴുതിയാൽ അത് ശരിയാവും. നമുക്ക് നോക്കാം. അതായത് ആക്ച്വലി I proportional to V എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ പറയുക? കറണ്ട് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നർത്ഥം. V proportional to I എന്ന് പറഞ്ഞാൽ വൈസ് വേഴ്സ, വോൾട്ടേജ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ ആക്ച്വലി ഇവിടെ ആരാണ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? That means ഏത് ക്വാണ്ടിറ്റി ആണ് ഇൻഡിപെൻഡന്റ്, ഏത് ക്വാണ്ടിറ്റി ആണ് ഡിപെൻഡന്റ്? വൈകുന്നേരങ്ങളിൽ വീട്ടിൽ ബൾബ് ട്യൂബ്ലൈറ്റ് കത്താതെ വരികയോ അല്ലെങ്കിൽ ലൈറ്റ് ഡിം ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയുന്ന കാര്യം എന്താണ്? യെസ്, വോൾട്ടേജ് കുറഞ്ഞു എന്ന് പറയും. That means വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് കുറയും, കറണ്ട് കുറഞ്ഞാൽ വോൾട്ടേജ് കുറയാൻ നിർബന്ധമില്ല. That means the voltage is independent and the current is depending on voltage. അങ്ങനെയാണ് ഓംസ് ലോ പറയുന്നത്. ഓംസ് ലോ എന്താ പറയുന്നത്? The current is directly proportional to. അതായത് അപ്പൊ എങ്ങനെ ആ സ്റ്റേറ്റ്മെന്റ് ശരിക്കും ഇക്വേഷനിലേക്ക് മാറ്റണം? എങ്ങനെ എഴുതണം? I proportional to V എന്ന് എഴുതണം. ക്ലിയർ? അപ്പോൾ നമുക്ക് രണ്ടും ഒരുമിച്ച് പോവാം. എങ്ങനെയാണ്? അപ്പൊ ആക്ച്വലി നമ്മൾ എന്താണ് ഈ കൺസെപ്റ്റ് പ്രകാരം എങ്ങനെ ഇക്വേഷൻ എഴുതേണ്ടത്? I proportional to V. ഇനി നമ്മൾ എങ്ങനെയാ പഠിച്ചത്? V proportional to I. അപ്പൊ രണ്ടും നമുക്ക് ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാം. നോക്കാം. So I proportional to V ആണെങ്കിൽ, so what's the proportionality constant here? I equal to 1 by R. 1 by R എന്ന് പറഞ്ഞാൽ C ആണ്, that is conductance. There R is resistance. അപ്പോൾ ഇക്വേഷൻ എന്തായി? I equal to V by R. ഇനി സെക്കൻഡ് കേസിലാണെങ്കിലോ നമ്മൾ V proportional to I ആണ് എഴുതിയത്. V proportional to I, V equal to RI. Proportionality constant is R. അവിടെയും ഇക്വേഷൻ I equal to V by R. അപ്പോൾ രണ്ട് ഇക്വേഷൻ സെയിം ആണ്. പക്ഷേ എഴുതുമ്പോൾ ആക്ച്വലി I proportional to V എന്ന് എഴുതണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ അങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് തിരിച്ചല്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കറണ്ട് എന്നല്ല സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീനിയർ ഇക്വേഷൻ V equal to I ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോവാം. ആ ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ആണ്. പക്ഷെ എപ്പോഴും മനസ്സിലാവണം എന്തുകൊണ്ടാണ് ഒരു ഗ്രാഫ് ഡ്രോയിങ്ങിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇന്ന് വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് വരയ്ക്കും, അപ്പോൾ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഇതാണ് ഈ കൺസെപ്റ്റിൽ പറയാനുള്ളത്. കാരണം വോൾട്ടേജ് ഇസ് ഇൻഡിപെൻഡന്റ് ആൻഡ് കറണ്ട് ഇസ് ഡിപെൻഡിങ് ഓൺ വോൾട്ടേജ്. കറണ്ട് ആണ് വോൾട്ടേജ് ഡിപെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും കറണ്ട് മാറും. പക്ഷെ കറണ്ട് മാറിയാൽ വോൾട്ടേജ് മാറണമെന്നില്ല. അതാണ് അതിന്റെ ആക്ച്വൽ കൺസെപ്റ്റ്.
അപ്പോൾ ഇക്വേഷൻ ആസ് പെർ ഓംസ് ലോ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതണം? I proportional to V and I equal to V by R. 1 by R is the proportionality constant. R എന്ന ടേം എന്താണെന്ന് ഇനി പറയാം. R means resistance. അപ്പോൾ R is equal to V by I. So it is the ratio of potential difference to the current flowing. അപ്പോൾ V by I ആണ് R എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫിസിക്കൽ സെൻസിൽ എങ്ങനെ പറയാം? It is the ability of a conductor to oppose the flow of current through it. അതായത് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ അതിനർത്ഥം അതിൽ കൂടെ കറണ്ട് ഫ്ലോ കുറയുമെന്നർത്ഥം. അപ്പൊ റെസിസ്റ്റൻസ് കൂടിയാൽ ഇപ്പൊ കറണ്ട് കുറയും. ആ വാക്കിന് ലിറ്ററലി മീനിങ് തന്നെയാണ് വരുന്നത്. റെസിസ്റ്റ് ചെയ്യുക, കറണ്ടിന്റെ തടുക്കലാണ്. അപ്പോൾ കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടുന്തോറും കറണ്ട് എന്ത് ചെയ്യും? കുറയും. പിന്നെ ഈ ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന ഒരു കാര്യം പറഞ്ഞു, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അത് മനസ്സിലാക്കണം. അതിനൊരു ബ്രോഡ് മീനിങ് ആണ്. അതിനർത്ഥം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മാത്രമല്ല, ലെങ്ത്, ഏരിയ, മെറ്റീരിയൽ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മാത്രം പറഞ്ഞെങ്കിൽ കൂടി അതിന് പല ടേം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഇത് കൂടി ഡിസ്കസ് ചെയ്യണം. അതായത് the resistance of a conductor depends on. So what are the factors which affecting the resistance of the conductor? നമുക്കറിയാം, the first one is nature or material of the conductor. എന്ത് മെറ്റീരിയൽ ആണ്? കോപ്പർ ആണോ, അലുമിനിയം ആണോ, സ്റ്റീൽ ആണോ, സിൽവർ ആണോ? ആ മാറുന്ന അനുസരിച്ച് മെറ്റീരിയൽ മാറുന്ന അനുസരിച്ച് റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. And second one is dimension, that is length and area of cross section of the conductor. അപ്പോൾ ലെങ്ത് മാറിയ റെസിസ്റ്റൻസ് മാറും, ഏരിയ മാറിയ റെസിസ്റ്റൻസ് മാറും. ആൻഡ് തേർഡ് വൺ ഈസ് ടെമ്പറേച്ചർ. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് നാല് കാര്യങ്ങൾ എന്ന് പറയാം. ഫസ്റ്റ് വൺ നേച്ചർ ഓഫ് ദ കണ്ടക്ടർ, ആൻഡ് സെക്കൻഡ് വൺ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ആൻഡ് തേർഡ് വൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ, ആൻഡ് ഫോർത്ത് വൺ ടെമ്പറേച്ചർ. അപ്പൊ ആ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബ്രോഡ് മീനിങ് ഉള്ളത്. ടെമ്പറേച്ചർ മാത്രം കോൺസ്റ്റന്റ് ആയ പോരാ, നേച്ചർ മാറാൻ പാടില്ല, ലെങ്ത് മാറാൻ പാടില്ല, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറാൻ പാടില്ല. അങ്ങനെ മാറാതിരുന്നാൽ മാത്രമാണ് ഓംസ് ലോ ഈ രീതിയിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആവുള്ളൂ. അല്ലാതെ നേച്ചറും ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ അത് ആറ് വേരി ചെയ്യും. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഓംസ് ലോ ഇസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. ഇനി നമുക്ക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് നോക്കുന്നത്. സോ വാട്ട് ഇസ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? ഓം ആണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്. സോ 1/r എന്ന് പറയുന്നത് കണ്ടക്ടൻസ് ആണ്. സി എന്ന് കൊടുക്കാറുണ്ട് പതിവ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോ ആണ്. ദാറ്റ് ഇസ് ഓം റേസ്ഡ് ടു -1. അപ്പോൾ രണ്ട് പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, റെസിസ്റ്റൻസും കണ്ടക്ടൻസും. ശ്രദ്ധിക്കണം, ഇറ്റ് ഇസ് നോട്ട് കപ്പാസിറ്റൻസ്, കണ്ടക്ടൻസ്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, കണ്ടക്ടൻസിന്റെ യൂണിറ്റ് മോ ആണ്. That means ohm inverse. ഇനി അതിന്റെ നമുക്ക് ഡയമെൻഷൻസ് നോക്കണം. So what's dimension of resistance? R equal to V by A. V ന്റെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ml square t raised to -3 a raised to -1 divided by current A. അപ്പോൾ it become ml square t raised to -3 a raised to -2 ആണ് dimension of resistance. കണ്ടക്ടൻസിന് ആണെങ്കിലോ m raised to -1 l raised to -2 t cube a square. അതാണ് കണ്ടക്ടൻസിന്റെ ഡയമെൻഷൻ. Both are scalar quantity. അപ്പോൾ റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായി, കണ്ടക്ടൻസ് എന്താണെന്ന് മനസ്സിലായി, യൂണിറ്റ് നോക്കിയത് സ്കെയിലർ ആണോ വെക്ടർ ആണോ നോക്കി. അപ്പോൾ ഓംസ് ലോനെ കുറിച്ച് ബ്രീഫ് ആയിട്ട് നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഓംസ് ലോന്റെ ഗ്രാഫുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഓംസ് ലോന്റെ ഗ്രാഫിലേക്ക് മൂവ് ചെയ്യാം. ഓംസ് ലോന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ നമുക്ക് രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉള്ളത്, വോൾട്ടേജ് ആൻഡ് കറന്റ്. വോൾട്ടേജ് എക്സ് ആക്സിൽ വരയ്ക്കണോ, വോൾട്ടേജ് വൈ ആക്സിൽ വരയ്ക്കണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവാം. നോക്കാം. അതായത് നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം വോൾട്ടേജ് ഇൻഡിപെൻഡന്റും കറണ്ട് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ കറണ്ട് ഈസ് ഡിപ്പെൻഡന്റ് ക്വാണ്ടിറ്റി. അപ്പോൾ ഒരു ഗ്രാഫ് ഡ്രോയിങ്ങിന്റെ ബേസിക് എന്ന് പറയുന്നത് the independent quantity is always choosing along x axis and dependent quantity is choosing y axis. നമ്മളറിയാം ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരച്ചപ്പോഴും അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചപ്പോഴും ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരച്ചപ്പോഴും നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, time is always taken along x axis because in these three cases time is independent quantity. അപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന കൺസെപ്റ്റ് ഏതാണ്? The independent quantity is always taken along x axis. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എങ്ങനെയാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടത്? V along x axis and I along y axis. ബട്ട് ശ്രദ്ധിക്കുക, ചിലപ്പോൾ എക്സാമിന് മാറ്റിയും ചോദിക്കാം. അപ്പോൾ അത് കാരണമുണ്ട്. നമ്മൾ രണ്ട് ഗ്രാഫ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് ഗ്രാഫ് V along x axis and I along y axis, and second graph I along x axis and V along y axis. അപ്പോൾ രണ്ട് ഗ്രാഫും എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം എക്സാമിന് ഏത് രീതിയിലാണ് ഈ കൺസെപ്റ്റ് ചോദിക്കുക നമുക്ക് അറിയില്ല. അപ്പോൾ ഡു വൺ തിങ്, നമുക്ക് രണ്ട് ഗ്രാഫ് ഒരേപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഫസ്റ്റ് വൺ VI ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്തത്, അത് V along x axis and I along y axis. അപ്പോൾ ഇതിൽ ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാഫ് അറിയാം, നമുക്ക് ഗ്രാഫ് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് പോകും. കാരണം proportionality constant r constant ആണ്. there is no change for r. v proportional to i ആകെ v കൂടുന്ന അനുസരിച്ച് ഇങ്ങനെ കൂടി വരും. r constant ആണ്. അപ്പോൾ ഇത് ഓംസ് ലോ ആണ്. അപ്പോൾ ഈ കണ്ടക്ടറിനെ പറയും ഓമിക് കണ്ടക്ടർ എന്ന് പറയും. കാരണം ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടറിനെ പറയുന്നതാണ് ഓമിക് കണ്ടക്ടർ. ഓംസ് ലോ ഒബേ ചെയ്യാത്ത കണ്ടക്ടേഴ്സ് ഉണ്ട്. there is
ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സ്, അങ്ങനെ നോൺ ഒമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ഓംസ് ലോ ഒബേ ചെയ്യില്ല. അപ്പോൾ ഇതാണ് വി ഐ ഗ്രാഫ്. ഇനി ഐ വി ഗ്രാഫിലാണെങ്കിൽ ഇതുപോലെ തന്നെ വരിക. എന്താണ്? വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കറണ്ട് ഇങ്ങനെ മാറി 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 വരും. ഇപ്പൊ രണ്ട് ഗ്രാഫും സിമിലർ ആണ്. ഇതിൽ നമുക്ക് യാതൊരു സംശയമില്ല. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഗ്രാഫ് വി ഐ ഗ്രാഫ്, അതായത് വോൾട്ടേജ് അലോങ് എക്സ് ആക്സിസ് എടുത്ത ഗ്രാഫിൽ വാട്ട് ഇസ് സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ്? എന്താണ് സ്ലോപ്പ്? എങ്ങനെ സ്ലോപ്പ് കാണാം? സ്ലോപ്പ് ഈസ് ടാൻ തീറ്റ ഇസ് dy by dx. dy by dx എന്ന് പറയുമ്പോൾ y ആക്സിൽ i ആണ്, x ആക്സിൽ v ആണ്. i by v എന്ന് പറഞ്ഞാൽ 1/r ആണ്. ദാറ്റ് ഈസ് കണ്ടക്ടൻസ്. അപ്പോൾ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടക്ടൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഗ്രാഫ്, അതായത് v along x ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് കണ്ടക്ടൻസ് ആണ്. ഇനി അവിടെ സെക്കൻഡ് ഗ്രാഫിലേക്ക് പോയാലോ, ദാറ്റ് ഈസ് i along x ആക്സിസ് എടുത്താലോ അവിടെ നോക്കാം dy by dx. അപ്പോൾ dy by dx ആകുമ്പോൾ അവിടെ നമുക്ക് നേരെ തിരിച്ചാണ്, v by i എന്ന് പറയുന്ന r ആണ്. അപ്പോൾ അതിന്റെ സ്ലോപ്പ് എന്താണ്? റെസിസ്റ്റൻസ് ആണ്. ഇതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. അവിടെ റെസിസ്റ്റൻസ് ആണ് സ്ലോപ്പ് വരുന്നത്, ഇവിടെ നമുക്ക് കണ്ടക്ടൻസ് ആണ് സ്ലോപ്പ് വരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവണം. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയില്ല എന്ന് വിചാരിക്കുക. കാരണം സർക്യൂട്ട് നമ്മൾ ഒരുപാട് സമയം സർക്യൂട്ട് ഓൺ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ കുറെ നേരം ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്തു, സർക്യൂട്ടിലെ കണ്ടക്ടർ നല്ല ഹീറ്റ് ആകുമ്പോൾ ഇവിടെ എന്ത് ചേഞ്ച് ആണ് വരിക നമുക്ക് നോക്കാം. ഇത് മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് കൂടിയുണ്ട്. when temperature increases resistance of the conductor also increases. ആ കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ റെസിസ്റ്റിവിറ്റി എടുക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. പക്ഷേ ഇപ്പൊ ഇത്ര മനസ്സിലാക്കുക, when temperature increases resistance of the conductor also increases. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഗ്രാഫിൽ എന്ത് ചേഞ്ച് ആ വരിക? അപ്പോൾ ഫസ്റ്റ് ഗ്രാഫിൽ റെസിസ്റ്റൻസ് കൂടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് കണ്ടക്ടൻസ് കുറയാൻ നടക്കും. അപ്പൊ സ്ലോപ്പ് മെല്ലെ എന്ത് ചെയ്യും? കുറയണം. അപ്പൊ ഗ്രാഫ് എങ്ങോട്ട് ബെൻഡ് ചെയ്യും? ഇങ്ങനെ താഴേക്ക് ബെൻഡ് ചെയ്യും. കാരണം അവിടെ എന്താ ചെയ്യുന്നത്? ആ സ്ലോപ്പ് കണ്ടക്ടൻസ് ആണ്. അപ്പൊ ടെമ്പറേച്ചർ കൂടി എന്താ? റെസിസ്റ്റൻസ് കൂടുക എന്ന് പറയുമ്പോൾ കണ്ടക്ടൻസ് കുറയാ വേണ്ടത്. പക്ഷെ സെക്കൻഡ് ഗ്രാഫിൽ എങ്ങനെയാവണം? കാരണം ടെമ്പറേച്ചർ കൂടുന്ന റെസിസ്റ്റൻസ് കൂടുതൽ. അപ്പൊ ഗ്രാഫ് മേലേക്ക് ഇങ്ങനെ സ്ലോപ്പ് കൂടി വരും. ഫസ്റ്റ് ഗ്രാഫിൽ സ്ലോപ്പ് കുറഞ്ഞു വരും. സെക്കൻഡ് ഗ്രാഫിൽ നിന്നാണ് സ്ലോപ്പ് കൂടി വരും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ്സ് ഒക്കെയാണ് നിങ്ങൾ ശരിക്കും ഓംസ് ലോ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. വി ഐ ഗ്രാഫോ ഐ വി ഗ്രാഫോ എങ്ങനെ ചോദിക്കാം. പക്ഷെ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനാവണം. അപ്പൊ അതിന്റെ സ്ലോപ്പ് മാറിപ്പോകരുത്. അതായത് വി along എക്സ് ആക്സും ഐ along വൈ ആക്സും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് കിട്ടുന്നത് കണ്ടക്ടൻസ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ സ്ലോപ്പ് ഇങ്ങനെ കുറഞ്ഞു വരും. ഇൻ കേസ് ഐ along എക്സ് ആക്സും വി along വൈ ആക്സും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് റെസിസ്റ്റൻസ് ആണ്. ടെമ്പറേച്ചർ കൂടുന്നതോടെ റെസിസ്റ്റൻസ് സ്ലോപ്പ് കൂടി വരും. അപ്പൊ ഇതാണ് ഓംസ് ലോന്റെ ഗ്രാഫുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഓംസ് ലോ എന്താണെന്നും റെസിസ്റ്റൻസ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്നതിനെ കുറിച്ചും ഗ്രാഫിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓംസ് ലോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കൂടും. അവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1/r ആണ്. r എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് ഓം ആണ്. പിന്നെ അതേപോലെ തന്നെ വി along എക്സ് ആക്സും ഐ along വൈ ആക്സും എടുത്ത് സ്ലോപ്പ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് കണ്ടക്ടൻസ് ആണ്. തിരിച്ചു വരയ്ക്കുകയാണെങ്കിൽ ഐ along എക്സ് ആക്സും വി along വൈ ആക്സും വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ സ്ലോപ്പ് റെസിസ്റ്റൻസും ആണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞൊരു കൺസെപ്റ്റ് ഇതാണ്, when temperature increases resistance of the conductor also increases. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓംസ് ലോനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇതിന്റെ ഓംസ് ലോ ഡിറൈവ് ചെയ്യണം. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് റെസിസ്റ്റിവിറ്റി എന്ന ടോപ്പിക് കൂടി എടുക്കാറുണ്ട്. അപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഓംസ് ലോയുടെ ഡെറിവേഷനിലേക്ക് പോകും. ആ ഡെറിവേഷൻ കൂടി കഴിയുമ്പോഴാണ് ഓംസ് ലോ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര കൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. ഇതെല്ലാം വളരെ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഇതിൽ കോൺട്രഡിക്റ്റ് ആയി പറഞ്ഞ ടേംസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാം. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.